Hi 10th, welcome back to my channel. So after a short break, we back to again, isn't it? And today we are going to start exercise 6.5. That means we reached to the end of the chapter. So final conclusion. That means exercise 6.5. After that, we have to discuss some standard question out of this chapter, in the sense optional questions, because optional question also very important, because chances are there for asking optional question based on upon this chapter in your board exam. Okay, so exercise 6.5 ലാസ്റ്റ് എക്സസൈസ്. അപ്പം ഈ എക്സസൈസിൽ നമ്മൾ ഈ ഒരു വീഡിയോ സെഷനിലൂടെ ഞാൻ ഒരുപാട് പ്രോബ്ലംസ് ഒന്നും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരുപാട് ലെങ്ത് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നാലും ഒരുപാട് ഷോർട്ടും ആവില്ല. അങ്ങനത്തെ ഒരു വീഡിയോ ആയിരിക്കും. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, ആദ്യത്തെ എളുപ്പമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഇതുവരെ ഒരു പ്രോബ്ലം ലീവ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എക്സാമ്പിളും എക്സസൈസും എല്ലാം ചെയ്തു എന്നാണ്. ഏതെങ്കിലും പ്രോബ്ലം ഞാൻ ലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ ശ്രദ്ധിക്കാതെ ലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം. സാർ, ഞാൻ അറിഞ്ഞുകൊണ്ട് ലീവ് ചെയ്യില്ല, അറിയാതെ. ഓക്കെ, നിങ്ങൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആദ്യ പിറ്റേ ദിവസം, അതായത് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഞായറാഴ്ചയാണ്, നാളെ രാവിലെ ആകുമ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ, ഗൂഗിൾ ക്ലാസ് റൂമിലിടും. അതുപോലെ തന്നെ ഞാൻ ഗൂഗിൾ ക്ലാസ് റൂം ഇനി നമ്മൾ അധികകാലം ഉപയോഗിക്കില്ല, നിങ്ങൾക്കറിയാവുന്നതുപോലെ മൈക്രോസോഫ്റ്റ് ടീംസിലോട്ട് നമ്മൾ കാലെടുത്ത് വെച്ചേക്കുവാണ്. മൈക്രോസോഫ്റ്റ് ടീംസ് നിങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതെന്ന് വിചാരിക്കുന്നു. ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ചെയ്യുക. ആരും ചെയ്തിട്ട് ചെയ്യാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. സോ മൈക്രോസോഫ്റ്റ് ടീംസിലുള്ള എൻ്റെ ക്ലാസ് റൂമിലും ഇത് അവൈലബിൾ ആണ്. ഓക്കെ, മൈക്രോസോഫ്റ്റ് ടീംസിലുള്ള എൻ്റെ ക്ലാസ് റൂം, അത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പെട്ടെന്ന്. എൻ്റെ നെയിം തന്നെ ഒരു അടിപൊളി നെയിമൊക്കെയാണ് ഞാൻ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ എൻ്റെ ക്ലാസ് ആണെന്ന്. സോ ആ ക്ലാസ്സിലും മൈക്രോസോഫ്റ്റ് ടീംസിലും ഇത് ലഭ്യമാണ്, ക്ലാസ് റൂമിൽ ഇത് ലഭ്യമാണ്. ഇനി ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വാട്സാപ്പിലും കിട്ടും. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ഈ വീഡിയോ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയത്തില്ല, ഈ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും മൈക്രോസോഫ്റ്റ് ടീംസിൽ കൂടെ തന്നെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടാകും. അതിൽ കൂടെയാണ് കാണുമെന്ന് വിശ്വസിക്കുന്നു. മൈക്രോസോഫ്റ്റ് ടീംസ് ഞാൻ അറിഞ്ഞിടത്തോളം ഒരു ബെസ്റ്റ് ആപ്പാണ് നമുക്കൊരു ലേണിങ്ങിനായിട്ടുള്ള. ഗൂഗിൾ ക്ലാസ് റൂമിനെയോ സൂമിനെയോ അല്ലെങ്കിൽ ഏതൊരു ഒരു എന്താണ് പറയുക, ഒരു ലേണിംഗ് ആപ്പിനേക്കാളും നല്ലൊരു ആപ്പാണ് മൈക്രോസോഫ്റ്റ് ടീംസ്. അപ്പോൾ നമ്മളത് മാക്സിമം യൂസ് ചെയ്യാം. അതിൽ തന്നെ നോട്ട് അപ്ലോഡ് ചെയ്യുക. ഇന്ന് നിങ്ങൾ പല കുട്ടികളും എനിക്ക് മൈക്രോസോഫ്റ്റ് ടീംസിലൂടെ അപ്ലോഡ് ചെയ്യുന്നുള്ള വിശ്വാസമുണ്ട് എനിക്ക്. സോ അപ്ലോഡ് ചെയ്യുമ്പോൾ PDF ആയിട്ട് മാത്രം അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ പല കുട്ടികളും ഇപ്പോൾ പേജ് ബൈ പേജാണ് ഉഴപ്പുന്നുണ്ട് നിങ്ങൾ, പക്ഷേ എനിക്ക് PDF ആയിട്ടാണ് വേണ്ടത്. സോ അങ്ങനെ തന്നെ ചെയ്യാം. ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളത് വാട്സാപ്പിൽ എവിടെയാണോ നോട്ട് അയക്കുന്നത് ആ മീഡിയത്തിലൂടെ എന്നോടൊന്ന് പറയുക. സാർ, മൈക്രോസോഫ്റ്റ് ടേംസിലൂടെ എനിക്ക് അയക്കാൻ പറ്റില്ല, എനിക്കറിയില്ല, എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് സ്പെസിഫൈ ചെയ്യുക. നമുക്ക് വരുന്ന ഈ ഒരാഴ്ചയിലൂടെ നമുക്ക് മൈക്രോസോഫ്റ്റ് ടീംസ് നല്ലതുപോലെ നമ്മുടെ കൈപ്പിടിയിലാക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിലോട്ട് പോകാം. ഇതിങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ക്ലാസ് കുറവായിരിക്കും എന്ന് പറഞ്ഞത്. ശ്രദ്ധിക്കുക, നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ ഗൂഗിൾ ക്ലാസ് റൂം ഡിലീറ്റ് ചെയ്യണോ? മൈക്രോസോഫ്റ്റ് ടീംസ് വന്നില്ലേ, എന്നാൽ ഗൂഗിൾ ക്ലാസ് റൂം അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഗൂഗിൾ ക്ലാസ് റൂം ഡിലീറ്റ് ചെയ്യരുത്. കാരണം നമ്മുടെ ക്ലാസ് റൂമിലാണ് നമ്മുടെ ക്ലാസ് മൊത്തം ഉള്ളത്. ഗൂഗിൾ ക്ലാസ് റൂം ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് നഷ്ടമാകും. ഓക്കെ, അപ്പം പരമാവധി ഡിലീറ്റ് ചെയ്യാതിരിക്കുക, അൺഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക ഗൂഗിൾ ക്ലാസ് റൂം. നിങ്ങൾക്ക് അത് വെച്ചിട്ട് തന്നെ മൈക്രോസോഫ്റ്റ് ടീംസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്പേസ് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടാകാം. ഇനി എന്നിട്ടും ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ച് നോക്കിക്കോളാം. ഗൂഗിൾ ക്ലാസ് റൂം 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിയുന്നത് വരെ അൺഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. കാരണം കുറേ ക്ലാസ് അതിലുണ്ടല്ലോ. അപ്പം ഇൻസ്റ്റാഗ്രാമോ മറ്റോ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് സ്പേസ് ഉണ്ടാക്കുക. ഓക്കെ, ഇനി അടുത്ത കാര്യം, ഞാൻ കഴിഞ്ഞ ഈ ഒരു വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് 1-2 ദിവസം ഞാൻ നിങ്ങൾക്കറിയാം എക്സ്ട്രാ ക്ലാസ് എടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട്. ഞാനത് വാട്സാപ്പിലൂടെ അറിയിക്കുകയും ചെയ്തു. ഒരു 90% കുട്ടികളും ആദ്യത്തെ ദിവസം 99% കുട്ടികളും രണ്ടാമത്തെ ദിവസം 90% കുട്ടികളും നോട്ട് അയച്ചു. ചിലവരെ കൊണ്ട് നോട്ട് അയപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതായത് 90% കുട്ടികളും നല്ല എന്താണ് പറയുക, ഒരു നല്ല ലേണേഴ്സാണെന്ന് പിന്നെയും എന്നോട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ എക്സാം പേപ്പർ നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. കോപ്പി അടിച്ച പേപ്പർ കണ്ടാൽ എനിക്കറിയാം. കോപ്പി അടിക്കാത്ത പേപ്പർ തന്നെ സത്യസന്ധമായിട്ട് എഴുതിയ കുട്ടികൾ, എനിക്ക് പ്രാവശ്യം നല്ലതുപോലെ മാർക്ക് മേടിച്ച കുട്ടികളുണ്ട് ഈ ഫസ്റ്റ് മോഡൽ എക്സാമിന്. സോ ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. സോ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റുള്ള, നന്നായി പഠിക്കണം താല്പര്യമുള്ള കുട്ടികളാണ് 90% കുട്ടികളും. അവർ കറക്റ്റായിട്ട് നോട്ട് എനിക്ക് അയച്ചു, ഞാൻ പറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ.
പക്ഷെ ബാക്കി 10% കുട്ടികളെ കൊണ്ട് അയപ്പിക്കേണ്ടി വന്നു, തോമസ് സാറ് വിളിച്ചിട്ടും ഞാൻ വിളിച്ചിട്ടൊക്കെ. അപ്പം എനിക്ക് ആ 10% കുട്ടികളോട് പറയാനുള്ളത്, നമ്മൾ അവസാനത്തെ സ്റ്റേജിൽ എത്തിക്കുന്നത്, എന്നിട്ടും നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ്, ഞാൻ കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റിൻ്റെ ഞാൻ കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ വലിയ ആനക്കാർ നിങ്ങൾക്ക് ചെയ്ത് തരുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാ ടീച്ചേഴ്സും നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ട്, 100% ഉറപ്പാണ്. അതുപോലെ ഞാനും നിങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അംശമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ടീച്ചറോട്, ഞാനാവാം വേറെ ടീച്ചേഴ്സൊക്കെ ആവാം, എല്ലാവരും അത്ര ഉത്തരവാദിത്തത്തോടാണ് നിങ്ങൾക്ക് ക്ലാസ് തരുന്നത്. സോ അതിൻ്റെ ഒരു അംശമെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു തരാൻ ഈ നമ്മൾ തമ്മിൽ ഇപ്പം നേരിട്ട് കാണുന്നതിന് രണ്ടാമത്തെ വർഷം, ഇതിപ്പം 10ാം ക്ലാസ് ഇറങ്ങിപ്പോകുന്ന ആ നിമിഷത്തിലും നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാനുള്ള ആ ഒരു സമയത്തും നിങ്ങൾക്കത് ഒരു കമ്മിറ്റ്മെൻറ്റ് തോന്നുന്നില്ലെങ്കിൽ ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്ന അല്ലാണ്ട് വേറൊരു വാക്ക് എനിക്കിപ്പം വരാനില്ല. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അയയ്ക്കുക. ഇനി ഞാൻ നിർബന്ധിക്കില്ല ആരും നോട്ട് അയക്കാൻ, കാരണം ഇനി നിന്ന് നോട്ട് അയക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നില്ലെങ്കിൽ ഇനി എപ്പോഴാണ് നിങ്ങൾ +1 എത്തിയിട്ട് ആർക്കാന്ന് വെച്ചാൽ അയച്ചു കൊടുത്തോളൂ. ഇനി ഞാൻ നോട്ട് അയക്കാൻ നിർബന്ധിക്കില്ല, കാരണം പറഞ്ഞു വരുന്നത് ഞാൻ എൻ്റെ ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. വൃത്തിയായി കംപ്ലീറ്റ് ചെയ്തു എന്ന് തന്നെ ഞാൻ പറയും. സോ എനിക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ആ സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട് എൻ്റെ മനസ്സിൽ. ഞാൻ എൻ്റെ പണി വൃത്തിയായി എടുത്തു അല്ലേ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾ അത് ആലോചിച്ച് നോക്കുക, നിങ്ങൾ നിങ്ങളുടെ പണി വൃത്തിയായിട്ടാണോ എടുത്തത്. നമ്മുടെ രണ്ടുപേരുടെയും പണി വൃത്തിയായെങ്കിൽ മാത്രമാണ് ബോർഡ് എക്സാമിൽ നിങ്ങളുടെ മാർക്ക് വൃത്തിയായി വരുള്ളൂ. സോ ഒരുപാട് ഡയലോഗ് അടിക്കുന്നില്ല, ഇത്തരം കാര്യങ്ങൾ എനിക്ക് പറയേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണെങ്കിലും ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചതാണ്. നോട്ട് അയക്കാത്തവരുടെ പേരെൻ്റെ മനസ്സിലുണ്ട്. പല കുട്ടികളും തോമസ് സാറ് വിളിച്ചതിന് ശേഷം എൻ്റെ ഫോണിലോട്ട് നോട്ട് അയച്ചപ്പോൾ ഞാൻ ആ ഫോണെടുത്ത് വലിച്ചെറിയുന്നത് എനിക്ക് സത്യമായിട്ടും. കാരണം എന്തിനാണ് ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ നിർബന്ധിച്ച് അയക്കുമ്പോൾ നമുക്ക് എന്താണ് എനിക്ക് തോന്നുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ. എന്നിട്ടും അവരൊരു, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, വിത്ത് യുവർ പെർമിഷൻ, നാണവുമില്ലാതെ എനിക്ക് നോട്ട് അയച്ച കുട്ടികളുണ്ട്. ഓക്കെ, അയക്കരുതായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾ. തോമസ് സാറ് പറഞ്ഞാലും അയക്കണ്ടായിരുന്നു നിങ്ങൾ. കാരണം ഞാൻ പറഞ്ഞ ലിമിറ്റ് കഴിഞ്ഞ് അന്ന് രാത്രിയൊക്കെ ചില അവന്മാർ പിന്നെ തോമസ് സാറ് പറഞ്ഞിട്ട് അയച്ചത്. ഈ വീഡിയോ അവന്മാർ കേൾക്കില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, എനിക്കറിയാം എൻ്റെ വീഡിയോ ഒന്നും അവർ കാണാത്ത കുട്ടികളുമാണ്. ഓക്കെ, സോ ലെറ്റ് ഇറ്റ് ബി. സോ എക്സസൈസ് 6.5 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ സൈഡ്സ് ഓഫ് എ എക്സസൈസ് 6.5 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഗിവൺ ബിലോ, ഡിറ്റർമൈൻ വിച്ച് ഓഫ് ദം ആർ റൈറ്റ് ട്രയാങ്കിൾ. ഇൻ കേസ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ റൈറ്റ് ദ ലെങ്ത് ഓഫ് ദ ഹൈപ്പോട്ടനസ്. അതായത് ഈ താഴെ തന്നിരിക്കുന്ന ട്രയാങ്കിൾസ്, ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സാണ് ഈ താഴെ തന്നിരിക്കുന്നത്. അവയിൽ ഏതൊക്കെയാണ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആവുക എന്ന് നിങ്ങൾ ഏതൊക്കെയാണ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആവുക എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ നമുക്കിതിൽ 2 ക്വസ്റ്റ്യൻ റാൻഡമായിട്ട് സെലക്ട് ചെയ്യാം. ഇതിൽ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് 2 ക്വസ്റ്റ്യൻ നമുക്ക് റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് കളയാം. ഈ ഒരു ക്വസ്റ്റ്യനും സെലക്ട് ചെയ്യുന്നു, ഈ ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നു. ഈ 2 ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നു. ബാക്കി 2 ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യാം. അതായത് ഈ 2 ട്രയാങ്കിൾസിൽ ഈ 3 സൈഡും ഒരു ട്രയാങ്കിളിൽ വന്നു കഴിഞ്ഞാൽ അത് റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ്സ് നമ്മൾ എഴുതുന്നു. 50 സെൻറ്റിമീറ്റർ, 80 സെൻറ്റിമീറ്റർ ആൻഡ് 100 സെൻറ്റിമീറ്റർ. ഇത് 3 സൈഡ്സ് തന്നിരിക്കുന്നത്. 50 സെൻറ്റിമീറ്റർ, 80 സെൻറ്റിമീറ്റർ ആൻഡ് 100 സെൻറ്റിമീറ്റർ. വീഡിയോൻ്റെ ക്ലാരിറ്റിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്നെ വിളിച്ച് പറയുക. 50 സെൻറ്റിമീറ്റർ, 80 സെൻറ്റിമീറ്റർ ആൻഡ് 100 സെൻറ്റിമീറ്റർ ആണ് 3 സൈഡ്സ്. ആദ്യം ഈ 3 സൈഡ്സുകൾ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ടല്ലേ റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇത് 3 ട്രയാങ്കിൾ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നില്ലെങ്കിൽ അത് റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. എങ്ങനെയാണ് ഇത് 3 സൈഡ്സും ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണോ എന്ന് നോക്കാം. ഏതെങ്കിലും 2 സൈഡ് ആഡ് ചെയ്താൽ മൂന്നാമത്തെ സൈഡിനേക്കാൾ കൂടണം. അതായത് 80, 80, 50 കൂടെ ആഡ് ചെയ്താൽ 100-നേക്കാൾ കൂടില്ലേ? യെസ്. അപ്പം അത് കഴിഞ്ഞു. ഇനി അടുത്തത്, ഏത് 2 സൈഡ്സ് ആഡ് ചെയ്താലും മൂന്നാമത്തെ സൈഡിനേക്കാൾ കൂടണം. ആ 2 സൈഡ് ആഡ് ചെയ്യുന്നതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം. അതായത് 50ഉം 80ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്കറിയാം 8 13 അല്ലേ, 8 5 13, 130. 130 100-നേക്കാൾ വലുതല്ലേ? യെസ്. ഇനി അടുത്ത് ഇത് 2 കൂടെ ആഡ് ചെയ്യുക. ഇത് 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതിനേക്കാൾ വലുതാവണം. അങ്ങനെ എല്ലാ പോസിബിലിറ്റിയും ചെക്ക് ചെയ്യണം. 100 80 കൂടെ ആഡ് ചെയ്താൽ 150, 50-നേക്കാൾ വലുതല്ലേ? അതെ. ഇനി അടുത്തത് ഇത് 2 കൂടെ ആഡ് ചെയ്യുക. ഇത് 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 100 50 കൂടെ ആഡ് 150, 150 80-നേക്കാൾ വലുതല്ലേ? അതെ. അതായത് സം ഓഫ് എനി 2 സൈഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ തേർഡ് സൈഡ് ആയിരിക്കണം. ട്രയാങ്കിളിൻ്റെ സൈഡ് ആണെങ്കിൽ. യെസ്. സോ ഇറ്റ് ഫോംസ് എ ട്രയാങ്കിൾ അല്ലേ? സോ അത് നിങ്ങൾ ആദ്യം എഴുതിക്കോളൂ. സിൻസ് സം ഓഫ് എനി 2 സൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ് ഇറ്റ് ഫോംസ് എ ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിൾ ഫോം ചെയ്യുമെന്ന് മനസ്സിലായി. ഇനി റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് എങ്ങനെ നോക്കുക? ആദ്യം വലിയ സൈഡ്സ് നമ്മൾ ഇത് ഏത് തീറ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു 3 സൈഡ് തന്നിട്ട് അത് റൈറ്റ് ട്രയാങ്കിളിലെ സൈഡാണോ എന്ന് നോക്കുമ്പോൾ എന്താണ്?
ബൈ കോൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം വരിക. സോ ബൈ കോൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം എന്നിട്ട് കോമ ഇട്ടിട്ട് ഇതിൽ വലിയ സൈഡ് ഏതാ 100, അതിൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്തോ. 100 സ്ക്വയർ എത്രയാ? 100 സ്ക്വയർ എന്ന് വെച്ചാൽ 1 ഇട്ടിട്ട് 4 0 ഇട്ടാൽ മതി, അപ്പോൾ കിട്ടും 100ൻ്റെ സ്ക്വയർ. പിന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ബാക്കിയുള്ള ആദ്യം വലിയ സൈഡിൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള സൈഡിൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കുട്ടികൾക്ക് ഞാൻ വീണ്ടും പറയുന്നു, ആദ്യം ലെങ്തി ആയിട്ടുള്ള സൈഡിൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ചെറിയ 2 സൈഡിലെ അതിൻ്റെ സ്ക്വയേഴ്സ് ആഡ് ചെയ്യുക. അതായത് 50 80 ആണ് ചെറിയ 2 സൈഡ്, അതിൻ്റെ സ്ക്വയേഴ്സ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കിട്ടുന്ന സമ്മ് ഇതായിരിക്കണം, എങ്കിലേ അത് റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യുള്ളൂ. അതാണ് പൈതഗോറസ് തിയറം. കൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം പറയുന്നത്. എന്താണ് കൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്? ഒരു സൈഡിൻ്റെ സ്ക്വയർ ബാക്കിയുള്ള 2 സൈഡിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മിന് ഈക്വൽ ആണെങ്കിൽ ഇറ്റ് വിൽ ഫോംസ് എ റൈറ്റ് ട്രയാങ്കിൾ ആൻഡ് ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ ഫസ്റ്റ് സൈഡ് ഷുഡ് ബി 90 ഡിഗ്രി. അതായത് റൈറ്റ് ആംഗിൾ അല്ലേ. അതായത് ആംഗിൾ ഓപ്പോസിറ്റ് ഫസ്റ്റ് സൈഡ് എന്ന് വെച്ചാൽ ഇവിടെ 100 ആണ് നമ്മൾ ആദ്യത്തെ സൈഡായിട്ട് ചൂസ് ചെയ്തേക്കുന്നത്. ആ 100 ആ ഗ്രേറ്റർ ആയിട്ടുള്ള സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ആയിരിക്കും 90 ഡിഗ്രി. അങ്ങനെയാണ് റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയേഴ്സ് ആഡ് ചെയ്താൽ ഇത് കിട്ടുമില്ല എന്ന് നോക്കണം. സോ 15ൻ്റെ സ്ക്വയർ എത്രയാണ്? 2500. 80ൻ്റെ സ്ക്വയർ 8ൻ്റെ സ്ക്വയർ 64 ആണ്. 64 ഇട്ട് 2 0 ഇട്ടാൽ മതി. നിങ്ങൾ നോക്കി നോക്കൂ. 0 0 9 6 സി വി ആർ നോട്ട് ഗെറ്റിംഗ് ദിസ് സം നോ, വി ആർ ഗെറ്റിംഗ് സം അതർ സം. സോ വാട്ട് വി ക്യാൻ കൺക്ലൂഡ്, ഇറ്റ് വിൽ നോട്ട് ഫോംസ് എ triangle because the square of the longer side is not equal to the sum of the squares of shorter sides. Full stop. അങ്ങനെ reason എഴുതാം. It will not form a right triangle. So that's it. Shall we move to the next question? 13 12 5. We are going to check whether these 3 sides form a right triangle or not. So first of all, we are going to check whether these 3 sides will form a triangle at least, isn't it? That's our duty first. That means we are going to check whether these 3 sides forms a triangle at least, isn't it? Triangle form ചെയ്ത് അറ്റ്ലീസ്റ്റ് ട്രയാങ്കിൾ ഫോം ചെയ്താൽ പിന്നെ റൈറ്റ് ട്രയാങ്കിളിനെ പറ്റി ആലോചിക്കേണ്ട കാര്യമുള്ളൂ. സോ എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാം? സം ഓഫ് എനി 2 സൈഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സം ഓഫ് എനി 2 സൈഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ തേർഡ് സൈഡ് ആണോ നോക്കുക. അതൊന്ന് നോക്കി. ഇത് 2 കൂടെ ആഡ് ചെയ്യുക. 13 12 കൂടെ ആഡ് ചെയ്താൽ 5-നേക്കാൾ കൂടും എന്തായാലും. 12 5 കൂടെ ആഡ് ചെയ്താൽ 13-നേക്കാൾ കൂടും. 13 5 കൂടെ ആഡ് ചെയ്താൽ 12-നേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്താണ്, സോ ഇത് ഹിയർ സം ഓഫ് എനി 2 സൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ തേർഡ് സൈഡ്, സോ ഇറ്റ് വിൽ ഫോംസ് എ ട്രയാങ്കിൾ. നൗ ലെറ്റ് us ചെക്ക് വെദർ ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ ഓർ നോട്ട് ബൈ യൂസിങ് കൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം. അപ്പോൾ അത്ര എഴുതിയതിന് ശേഷം നോക്കുക, ഏറ്റവും വലിയ നീളമുള്ള സൈഡിൻ്റെ സ്ക്വയർ എടുക്കുക. 13ൻ്റെ സ്ക്വയർ 169. എന്നിട്ട് ചെറിയ 2 സൈഡുകളിലെ സ്ക്വയേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ദെന്നൊക്കെ കുറച്ച് മസാലയൊക്കെ ഇടുക, നൗ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം കേട്ടോ. സോ 12 സ്ക്വയറും 13 സ്ക്വയറും കൂടെ ആഡ് ചെയ്യുക. കാരണം വലിയ സൈഡിൻ്റെ 5 സ്ക്വയറും അല്ലേ. ആദ്യം വലിയ സൈഡിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചും അതിനുശേഷം ചെറിയ 2 സൈഡിൻ്റെ സ്ക്വയേഴ്സ് ആഡ് ചെയ്യാം. സോ 12 സ്ക്വയർ ഈസ് 144, 5 സ്ക്വയർ ഈസ് 25, വാട്ട് ഈസ് സം 169 is the answer. So we are getting this sum. That means sum of the squares of the remaining 2 sides is equal to the sum of the squares of remaining 2 sides is equal to the square of the longer side, no? Yes. So they are matching, no? So what we can say, these 3 sides form a right triangle and angle opposite to 13 centimeter, angle opposite to the side 13 centimeter will be 90 degree or right angle. So that's full stop, that's answer. So it will forms a right triangle. In short, these 3 sides will form a right triangle. You may understand, no? So this is the method of solving these kind of questions. Actually, we are supposed to specify the hypotenuse also here, which will be the hypotenuse. Then of course the longer side should be, if it is a right triangle, the longer side should be hypotenuse, and of course 13 centimeter is the hypotenuse, and this is the answer for the question. Shall we move to the second question? So moving to the second question is a very standard question, but it is simple also. And when we compare to first question, second question is very standard. Just now you can pause the video and take page number 150 and read second question. Okay, so you might have read the question, and the question says that PQR is a triangle, right angle at P. Figure is not given, so we are supposed to draw the figure. PQR is a triangle, right angle at P. So of course it's a right triangle, no? Yes. So right triangle varaikka in the PQR. എവിടെയാണ് 90 ഡിഗ്രി ഉള്ളത്? റൈറ്റ് ആംഗിൾ അറ്റ് പി. സോ യു ആർ സപ്പോസ് ടു മാർക്ക് 90 ഡിഗ്രി അറ്റ് വേർ പി. സോ പി 90 ഡിഗ്രി ആയിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ക്യൂ മാറി നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് മാർക്ക് ചെയ്യാം.
ആൻഡ് സി. സോ യു മേ അണ്ടർസ്റ്റുഡ് ദാറ്റ് ആംഗിൾ പി ഈസ് 90 ഡിഗ്രി. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് മാർക്കേണ്ടത്? ആൻഡ് എം ഈസ് എ പോയിൻ്റ് ഓൺ ക്യു ആർ. ക്യു ആറിലെ ഒരു പോയിൻ്റാണ് എന്ത്? ക്യു ആറിലെ ഒരു പോയിൻ്റാണ് എന്ത്? എം. ക്യു ആറിലെ ഒരു പോയിൻ്റ് നിങ്ങൾ എന്തായിട്ട് മാർക്ക് ചെയ്യാം? എം ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? സച്ച് ദാറ്റ് പി എം പെർപെൻഡിക്കുലർ ടു ക്യു ആർ. അതായത് ഇനി പി എം എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കുക. സച്ച് ദാറ്റ് എങ്ങനെ? ആ പി എമ്മും ക്യു ആറും പെർപെൻഡിക്കുലർ ആണ്. ദാറ്റ് മീൻസ് ആംഗിൾ ബിറ്റ്വീൻ പി എം ആൻഡ് ക്യു ആർ ഷുഡ് ബി 90 ഡിഗ്രി. ഷോ ദാറ്റ് പി എം സ്ക്വയർ ഈസ് ഈക്വൽ ടു ക്യു എം ഇൻറ്റു എം ആർ. ഞാനത് ചോദിക്കുന്നത് ഷോ ദാറ്റിലോട്ട് പോകുന്നതിന് മുമ്പ്, എന്താണ് പ്രൂവ് ചെയ്യുന്നതിന് പറ്റി ആലോചിക്കുന്നതിന് മുമ്പ്, ഇതാണ് നിങ്ങളുടെ ഫിഗർ എന്ന് മനസ്സിലായി നിങ്ങൾക്ക്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു കേസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഒരു റൈറ്റ് ട്രയാങ്കിള്, ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ 90 ഡിഗ്രി ഉള്ളിടത്ത് നിന്നും ഒരു പെർപെൻഡിക്കുലർ ഓപ്പോസിറ്റ് സൈഡിൽ അഥവാ ഹൈപ്പോട്ടനസിലോട്ട് നമ്മൾ വരയ്ക്കുന്നു. അങ്ങനത്തെ ഒരു തീരം നമ്മൾ സിറ്റുവേഷൻ പഠിച്ചിട്ടുണ്ടോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു റൈറ്റ് ട്രയാങ്കിളിന് 90 ഡിഗ്രി ഉള്ള വെർട്ടെക്സിൽ നിന്നും ഹൈപ്പോട്ടനസിലോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്ന തീരം. യെസ്, വി ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ് തിയറം ജസ്റ്റ് ബിഫോർ പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് പഠിച്ച തിയറമാണെന്ത്? ആ തിയറം. അതായത് ആ തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ് ഇവിടെ വരുന്നത്. എന്തുകൊണ്ടാണ് പൈതഗോറസ് തിയറത്തിൻ്റെ തൊട്ട് മുമ്പ് പഠിച്ച തിയറം ആ തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? ആ തിയറം പറയുന്നത് എന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ അവിടെ നിന്നും 90 ഡിഗ്രിയിൽ നിന്നും ഹൈപ്പോട്ടനസിലോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ വരുന്ന അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ വരുന്ന തീരമാണ് നമ്മൾ അവിടെ പഠിച്ചത്. അപ്പോൾ ആ തീരമാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. സെയിം തീരം. യു മേ അണ്ടർസ്റ്റുഡ് നോ? യെസ്, ആ തീരമാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ആ തീരം അപ്ലൈ ചെയ്തിട്ട് എന്ത് പ്രൂവ് ചെയ്യണം? പി എം സ്ക്വയർ ഈസ് ഈക്വൽ ടു ക്യു എം ഇൻറ്റു എം ആർ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാനുള്ള ഒരു ഭാഗത്തിലോട്ട് ചിന്തിക്കുമ്പം എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രൂഫിലോട്ട് കണക്ട് ചെയ്യേണ്ടത്? അല്ലാണ്ട് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഞാനിനി ചെയ്യാൻ പോകുന്ന സോൾവിങ് മെത്തേഡ് എങ്ങനെ എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യാൻ പോകേണ്ട കാര്യം ഇതാണ്. പി എം സ്ക്വയർ ഈസ് ഈക്വൽ ടു, അതായത് പി എമ്മിനെ സംബന്ധിച്ചൊരു കാര്യം ഉണ്ട് അല്ലേ? പി എം സ്ക്വയർ ഈസ് ഈക്വൽ ടു ക്യു എമ്മിൻ്റെ എം ആർ. ഇതാ ഇവിടെ കിടക്കുന്ന ക്യു എം, ഇവിടെ കിടക്കുന്ന എം ആർ. ഒന്നുകൂടെ ഞാൻ പറയാം. പി എം സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ തിയറമാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ പറയുന്നൊന്നും റിപ്പീറ്റ് ചെയ്യുന്നു. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ട ഭാഗത്ത് എന്തൊക്കെ കിടപ്പുണ്ട്? പി എം സ്ക്വയർ ഈസ് ഈക്വൽ ടു അല്ലേ? പി എം സ്ക്വയർ ഈസ് ഈക്വൽ ടു ക്യു എം ഇൻറ്റു എം ആർ. അതായത് പി എം എന്ന് പറയുന്നൊരു ഈ സൈഡ് ഇൻവോൾവ് ആണ്. പിന്നെ ക്യു എം എന്ന് പറയുന്ന പ്രൂവ് ചെയ്യേണ്ട കാര്യത്തിൽ പി എം എന്ന് പറയുന്ന ഈ സൈഡ് ഇൻവോൾവ് ആണ്, ക്യു എം എന്ന് പറയുന്ന ഈ സൈഡ് ഇൻവോൾവ് ആണ്, എം ആർ എന്ന് പറയുന്ന ഈ സൈഡ് ഇൻവോൾവ് ആണ്. അതായത് ഈ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സൈഡുകളൊക്കെ വരുന്ന ട്രയാങ്കിൾസ് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അതായത് ടു പ്രൂവിൽ നോക്കുമ്പം അതിൽ പി എം ഇൻവോൾവ് ആണ്, ക്യു എം ഇൻവോൾവ് ആണ്, എം ആർ ഇൻവോൾവ് ആണ്. ഇങ്ങനെ ഇത് മൂന്നും ഇൻവോൾവ് ചെയ്തിരിക്കുന്ന രണ്ട് ട്രയാങ്കിൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതല്ലേ ഈ ചെറിയ ട്രയാങ്കിളും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ രണ്ട് ട്രയാങ്കിളും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മൂന്ന് സൈഡും പ്രൂവിൽ വരുന്ന മൂന്ന് സൈഡുകളും ഇൻവോൾവ് ആയിട്ടുള്ള രണ്ട് ട്രയാങ്കിളല്ലേ ഈ ചെറിയ രണ്ട് ട്രയാങ്കിൾ. വേറെ ഏതെങ്കിലും ട്രയാങ്കിൾ ഉണ്ടോ? ഇല്ല. വലിയ ട്രയാങ്കിൾ എടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. വലിയ ട്രയാങ്കിൾ എന്താ? വലിയ ട്രയാങ്കിളിൽ ഇതൊക്കെ ഉണ്ട്, പക്ഷേ ഇത് വരുന്നില്ലല്ലോ. ഇതും വരുന്ന രണ്ട് ട്രയാങ്കിളാണ് എന്ത്? ഇത് രണ്ടും. അവ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ രണ്ട് ട്രയാങ്കിൾ ചൂസ് ചെയ്യേണ്ടത്. അത് ചൂസ് ചെയ്തതിന് ശേഷം ആ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി, നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടും. ഓക്കെ, യു മേ അണ്ടർസ്റ്റുഡ്. ഓക്കെ, അപ്പം ഇങ്ങനെ ചില പ്രോബ്ലത്തിൽ നമ്മൾ അങ്ങനെ ഒരു ഐഡിയ ചെയ്യും. ഇപ്പം പ്രോബ്ലത്തിൽ നിന്ന് പ്രോബ്ലത്തിലോട്ട് പോകുമ്പോൾ മെത്തേഡൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. ചിലതിൽ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യും. ഇവിടെ പൈതഗോറസ് തിയറം നിങ്ങൾ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്ക്. രണ്ട് മൂന്ന് റൈറ്റ് ട്രയാങ്കിളൊക്കെ ഉണ്ട്, നമുക്ക് ഇതിലോട്ട് ആൻസറിലോട്ട് എത്തിക്കാൻ പറ്റില്ല. നിങ്ങൾ നോക്കിക്കോളൂ പൈതഗോറസ് തിയറം. പിന്നെ മാത്രമല്ല ഇവിടെ പൈതഗോറസ് തിയറത്തിലോട്ട് ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം പൈതഗോറസ് തിയറത്തിന് മുമ്പ് പഠിച്ച തിയറമാണ് അപ്ലൈ ചെയ്യുന്നതെന്നൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൈതഗോറസ് തിയറത്തിലോട്ട് നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് ട്രയാങ്കിളും ചൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യുക. എങ്ങനെയാണ് ഈ രണ്ട് ട്രയാങ്കിളും ചൂസ് ചെയ്യുന്നത് മനസ്സിലായത്? നമുക്ക് വേണ്ട ഈ മൂന്ന് സൈഡുകളും വരുന്ന രണ്ട് ട്രയാങ്കിളാണ് ഇതാണ്. അപ്പോൾ അത് രണ്ടും സിമിലർ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുക? ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന്, അതായത് ഈ ചെറിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് പ്രൂവ് ചെയ്യാൻ ഒരു റൂൾസും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എൻ്റെ അറിവിൽ പറ്റില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ട്രയാങ്കിളും ഈ ചെറിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന് ഡയറക്റ്റ്ലി സിമിലർ ആണ് 100%. കാരണം എന്താണ്?
പൈതഗോറസ് തിയറത്തിന് മുമ്പ് പഠിച്ച തിയറം എന്താണ് പറയുന്നത്? ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ 90 ഡിഗ്രിയിൽ നിന്നും ഹൈപ്പോട്ടനസിലോട്ട് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇരുവശത്തുമുള്ള ഓരോ ചെറിയ ട്രയാങ്കിളും, ഈ ചെറിയ ട്രയാങ്കിൾ വലിയ ട്രയാങ്കിളിനോട് സിമിലറും ഈ ചെറിയ ട്രയാങ്കിൾ വലിയ ട്രയാങ്കിളിനോട് സിമിലറും, ആ രണ്ട് ചെറിയ ട്രയാങ്കിൾ പരസ്പരം സിമിലർ ആണെന്നാണ് ആ തിയറം പറഞ്ഞത്. വേണമെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ തിയറം. അങ്ങനെയാണ് പഠിച്ചത്. അതായത് ആ രണ്ട് ചെറിയ ട്രയാങ്കിൾ സിമിലർ ആണ്. പക്ഷേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 2 വാക്കിലെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ രണ്ട് ചെറിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ അപ്പോഴും നമ്മൾ എന്താണ് പറയുക, ആദ്യം ഒരു ഇക്വേഷൻ ഫോം ചെയ്ത് പിന്നെ രണ്ടാമത്തെ ഇക്വേഷൻ ഫോം ചെയ്ത് ആ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്തിട്ടാണ് ഈ രണ്ട് ചെറിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന് നമ്മൾ അവിടെ തന്നെ കാണിച്ചത്. അതായത് ആ രണ്ട് ചെറിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന് ഡയറക്റ്റ് പ്രൂവ് ചെയ്യാൻ നമ്മുടെ അടുത്ത് ഇപ്പോൾ എയോ SSS ഒന്നും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ സഫീഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളില്ല. അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളും ഡയറക്റ്റ് ഈ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യുകയും വേണം. ഡയറക്റ്റായിട്ട് പ്രൂവ് ചെയ്യാൻ വലിയ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ ആ തീരത്തിൽ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ആ തീരത്തിൽ എന്തായിരുന്നു നമ്മൾ ചെയ്തത്? ആദ്യം ഓരോ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും, ആ തീരം നന്നായി പഠിച്ച കുട്ടികൾക്കൊക്കെയാണ് ഇപ്പം ഞാൻ പറയുന്നത് മനസ്സിലാവുള്ളൂ. അതൊന്നും നന്നായി പ്രാക്ടീസ് ചെയ്യാത്ത ഒരു കുട്ടിക്ക് നന്നായി മനസ്സിലാവില്ല. അപ്പോൾ ആദ്യം ആ തീരം വേണമെങ്കിൽ എടുത്തു നോക്കാം. ആദ്യം ഞാൻ ഈ ചെറിയ ട്രയാങ്കിൾ വലിയ ട്രയാങ്കിളിനോട് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നു. അതായത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഈ രണ്ട് ചെറിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന് ഡയറക്റ്റായിട്ട് പ്രൂവ് ചെയ്യാൻ ഒരു മാർഗ്ഗവുമില്ല. പക്ഷേ നമുക്കത് പ്രൂവ് ചെയ്യുകയും വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ തീരത്തിൽ ചെയ്ത മെത്തേഡ് എന്താണ്? ഈ ചെറിയ ട്രയാങ്കിൾ ആദ്യം വലിയ ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തു, ഈ ചെറിയ ട്രയാങ്കിൾ പിന്നെയും വലിയ ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തു. എന്നിട്ട് ആ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്തിട്ട് ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് എത്തി. അതായത് പറഞ്ഞോളൂ, കൺസിഡർ. നമുക്ക് ഇനി കുറേ സ്റ്റെപ്പ് ഒന്നും എഴുതണം. കാരണം ഇതൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആക്കിയായിട്ട് അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടാണ് ചോദിക്കുക. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയില്ല. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെ കൺസിഡർ ദിസ് ട്രയാങ്കിൾ ആൻഡ് ബിഗ്ഗർ ട്രയാങ്കിൾ ആൻഡ് ഇന്നത് ഈക്വൽ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ആ തീരത്തിൽ ചെയ്തതുപോലെ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ടി വരും. ഇവിടെ ഞാൻ പെട്ടെന്ന് എഴുതുന്നു. ഞാൻ പറയട്ടെ, ഈ ചെറിയ ട്രയാങ്കിൾ അല്ലെങ്കിൽ വലിയ ട്രയാങ്കിളിൻ്റെ പേര് ഞാൻ ഏതൊക്കെ ട്രയാങ്കിളാണ് ചൂസ് ചെയ്യുന്നത്? ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പേര് എഴുതുക. കൺസിഡർ സ്മോളർ ട്രയാങ്കിൾ PMQ ആൻഡ് ദ ബിഗ്ഗർ ട്രയാങ്കിൾ വാട്ട് PQR. ഈ ചെറിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞാൻ ട്രയാങ്കിൾ PQRൻ്റെ പേരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഞാൻ പറഞ്ഞു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് പരസ്പരം ഈക്വൽ ആവുന്നത്, ഏതൊക്കെയാണ് എങ്ങനെയായിരുന്നു നമ്മളവിടെ പ്രൂവ് ചെയ്തത്? ഈ ചെറിയ ട്രയാങ്കിളിലെ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, വലിയ ട്രയാങ്കിളിലെ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ അത് എഴുതി, 1 പെയർ ഓഫ് ആംഗിൾസ്. പിന്നെ ആംഗിൾ Q ചെറുതിലും വലുതിലും കോമൺ ആണ്, അതും അങ്ങനെയൊക്കെ എഴുതണം. പക്ഷേ ഇവിടെ ഞാനതൊന്നും എഴുതുന്നില്ല. ജസ്റ്റ് അത് എന്താണ് സിമിലർ എന്ന് എഴുതി ബൈ AA ക്രൈറ്റീരിയ ആണല്ലോ നമ്മൾ അവിടെ അപ്ലൈ ചെയ്തത്. സോ ബൈ AA ക്രൈറ്റീരിയ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നില്ല. നിങ്ങൾ ആ തീരം നോക്കി വേണമെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അപ്പം എഴുതുക. ഇപ്പം ഞാൻ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് എഴുതുന്നില്ല. സോ ഞാൻ വലിയ ട്രയാങ്കിളിൻ്റെ പേരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, സിമിലർ ടു. ഇനി ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ പേര് എഴുതണം. എങ്ങനെ എഴുതുക? ട്രയാങ്കിൾ. ഞാൻ വേഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അവിടെ ഞാൻ അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതുകൊണ്ടാണ്. ട്രയാങ്കിൾ PQR എന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ട്രയാങ്കിൾ PMQൻ്റെ പേര് എഴുതുമ്പം അത് ഓർഡറിൽ എഴുതണം. Pക്ക് കറസ്പോണ്ടിങ് ആയിട്ട് M ഏതാണ്? വലിയ ട്രയാങ്കിൾ P 90 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ ചെറിയ ട്രയാങ്കിൾ 90 ഡിഗ്രി ഉള്ള വെർട്ടെക്സ് ഏതാണ്? M. സോ M ആണ്. Pക്ക് കറസ്പോണ്ടിങ് ആയിട്ട് M. പിന്നെ QO രണ്ട് ട്രയാങ്കിളും Q കോമൺ ആണ്. സോ Qന് Q തന്നെ. പിന്നെ ഇപ്പോൾ എമ്മും Qവും വന്നു കഴിഞ്ഞു. ഈ ചെറിയ ട്രയാങ്കിളിൽ എമ്മും Qവും വന്നു. പിന്നെ വരാനുള്ളത് P ആ. സോ P. അത്രയും മനസ്സിലായല്ലോ? ഓക്കെ, അത് ഫസ്റ്റ് ഇക്വേഷനാക്കി എഴുതുക. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനാക്കി എഴുതുക. ഓക്കെ, ഇനി അടുത്തത് ബൈ AA ക്രൈറ്റീരിയ ആണ്, നമ്മൾ അത്രയും കൊണ്ട് നിർത്തുന്നു. ഇനി അടുത്തത് കൺസിഡർ. രണ്ടാമത് ഈ ചെറിയ ട്രയാങ്കിൾ, ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും പറഞ്ഞോളൂ. കൺസിഡർ ട്രയാങ്കിൾ PMR ആൻഡ് വലിയ ട്രയാങ്കിൾ PQR. ഇതും സിമിലർ ആണ്. എന്തുകൊണ്ടാണ്? AA ക്രൈറ്റീരിയ. നിങ്ങൾ ആ തീരം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ അത് എഴുതുന്നു. ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ പേര് വലുതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതേ പേര് തന്നെ ഉപയോഗിക്കണം. ട്രയാങ്കിൾ PQR തന്നെ ഉപയോഗിക്കണം. സിമിലർ ടു. ഇനി PMR എഴുതണം. Pക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ചെറിയ ട്രയാങ്കിൾ ഏതാണ്? P 90 ഡിഗ്രിയാണ്. Pക്ക് 90 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ട് ഈ ചെറിയ ട്രയാങ്കിൾ M അല്ലേ? യെസ്. സോ ട്രയാങ്കിൾ M. ഇനി Qക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കറിയില്ല, പക്ഷേ Rന് കറസ്പോണ്ടിങ് ആയിട്ട് R തന്നെയാണ്, കാരണം രണ്ടിലും കോമൺ ആണ്. സോ എമ്മും Rഉം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ P. അപ്പോൾ P അല്ലേ നടുക്ക് വരിക? യെസ്. Rന് കറസ്പോണ്ടിങ് ആയിട്ട് R എഴുതി, Pക്ക് കറസ്പോണ്ടിങ് ആയിട്ട് M എഴുതി, നമ്മൾ ഡയറക്റ്റായിട്ട് എഴുതി, ഒരു പ്രശ്നമില്ല. Rന് കറസ്പോണ്ടിങ് ആയിട്ട് R തന്നെ. അപ്പോൾ Qന് കറസ്പോണ്ടിങ് ആയിട്ട് പിന്നെ ബാക്കി P വരുള്ളൂ. സോ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യാം. ഓക്കെ, സോ വി ഗോട്ട് ദ ഫസ്റ്റ് ഇക്വേഷൻ. ഇതാണ്, ദിസ് ഈസ് യുവർ ഫസ്റ്റ് ഇക്വേഷൻ. എനിക്ക് വീഡിയോ ക്ലിയർ ആണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ക്ലാരിറ്റിക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് പറയുക. സോ ഇത് രണ്ടും, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ദിസ് ഈസ് യുവർ സെക്കൻഡ് ഇക്വേഷൻ. ഇനി നിങ്ങൾ ഇത് ഫസ്റ്റും സെക്കൻഡും കമ്പയർ ചെയ്താൽ നമുക്ക് വേണ്ട ഈ രണ്ട് ചെറിയ ട്രയാങ്കിൾ സിമിലർ ആണെന്ന് കിട്ടും. നിങ്ങൾ ആലോചിക്കുക, ഈ രണ്ട് ഇക്വേഷനും LHS എന്താണ്? സെയിം ആണ്. അപ്പോൾ RHS സിമിലർ ആയിരിക്കും. പറഞ്ഞോളൂ. ദാറ്റ് ഇംപ്ലൈസ് ഇൻ വ്യൂ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ വാട്ട് വി ക്യാൻ സേ ട്രയാങ്കിൾ MQP സിമിലർ ടു ട്രയാങ്കിൾ MPR. ട്രയാങ്കിൾ MQP സിമിലർ ടു ട്രയാങ്കിൾ MPR. എന്തുകൊണ്ടാണ് ഈ ചെറിയ ട്രയാങ്കിൾ രണ്ട് സിമിലർ ആണെന്ന് ഞാൻ പ്രൂവ് ചെയ്യാൻ കാരണം പ്രൂവ് ചെയ്യേണ്ട ഭാഗത്തുള്ള 3 സൈഡുകളുണ്ട്. ആ 3 സൈഡുകളും വരുന്ന ട്രയാങ്കിൾ ഈ രണ്ട് ചെറിയ ട്രയാങ്കിളാണ്. അങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്തെടുത്തത്. സോ റൈറ്റ് സൈഡ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് MQP എന്ന് പറഞ്ഞാൽ MQP ഈ ട്രയാങ്കിളാണ്.
പിന്നെ എം പി ആർ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ട്രയാങ്കിൾ, ആ രണ്ട് ചെറിയ ട്രയാങ്കിളും സിമിലർ ആണെന്നുള്ള അറിവിലോട്ട് നമ്മൾ എത്തി. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യണം? അത് രണ്ടും സിമിലർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ മാത്രം മതിയോ? നമുക്ക് റിസൾട്ടിലോട്ട് എത്തിക്കണം അല്ലേ? അത് രണ്ടും ജസ്റ്റ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതിയോ? അല്ല, നമുക്ക് റിസൾട്ടിലോട്ട് എത്തിക്കണം. റിസൾട്ടിലോട്ട് എത്തിക്കാൻ എന്ത് ചെയ്യണം? അത് സിമിലർ ആണെന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? റേഷ്യോ ഓഫ് ദ കറസ്പോണ്ടിങ് സൈഡ് ഷുഡ് ബി ഈക്വൽ. ദാറ്റ് മീൻസ് എം ക്യൂ ഷുഡ് ഡിവൈഡ് ബൈ എം പി ഷുഡ് ബി ഈക്വൽ ടു ക്യൂ പി ഡിവൈഡ് ബൈ പി ആർ. ക്യൂ പി ഡിവൈഡ് ബൈ പി ആർ ഈസ് ഈക്വൽ ടു എം പി ഡിവൈഡ് ബൈ എം ആർ. എം പി ഡിവൈഡ് ബൈ എം ആർ. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ഭാഗത്തിലോട്ട് നോക്കുക. പ്രൂവ് ചെയ്യേണ്ട ഭാഗത്തിലോട്ട് നോക്കുമ്പോൾ ഒരു പി എം സ്ക്വയർ ഉണ്ട്. അപ്പോൾ നോക്കി ഏതൊക്കെ ടൈം സെലക്ട് ചെയ്യണമെന്ന് അറിയോ? ഈ ടൈമും സെലക്ട് ചെയ്യുക. കാരണം എന്താണെന്ന് അറിയാം? പി എം സ്ക്വയർ വരണമെങ്കിൽ രണ്ട് പി എം ഒരുപോലെ വരണമെങ്കിലല്ലേ സ്ക്വയർ വരുള്ളൂ. ഇവിടെ ഒരു പി എം ഉണ്ട്, ഇവിടെ ഒരു പി എം ഉണ്ട്, ഇത് പി എം തന്നെയാണ്. അപ്പം ആ രണ്ട് ടൈംസ് കമ്പയർ ചെയ്യുക. എന്നാൽ പറഞ്ഞോളൂ, എം ക്യൂ ഡിവൈഡ് ബൈ എം പി അഥവാ പി എം ഈസ് ഈക്വൽ ടു പി എം ഡിവൈഡ് ബൈ എം ആർ. ആ രണ്ട് ടൈംസ് കമ്പയർ ചെയ്തു. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ, എം ക്യൂ ഇൻറ്റു പി ആർ. എം ക്യൂ ഇൻറ്റു പി ആർ ഈസ് ഈക്വൽ ടു പി എം ഇൻറ്റു പി എം സ്ക്വയർ ഓർ എം പി സ്ക്വയർ. ആൻഡ് ദിസ് ഈസ് യുവർ റിസൾട്ട്. യു ജസ്റ്റ് സീ പി എം സ്ക്വയർ ഓർ എം പി സ്ക്വയർ ഈസ് ഈക്വൽ ടു വാട്ട്? ക്യു എം ഇൻറ്റു എം ആർ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാ ക്യു എം. അയ്യോ, ഇത് പി ആർ ആണ്, സോറി കേട്ടോ. ഇവിടെ പി എം എം ആർ ആട്ടോ. അത് എം ക്യൂ ബൈ എം പി ഇസിക്കൽ ടു എം പി ബൈ എം ആർ ആണ്, മാറിപ്പോയതാണ്. എം ആർ ആണിത്. അപ്പോൾ നമുക്ക് എം പി ഇൻറ്റു എം പി സ്ക്വയർ കിട്ടി. എം ക്യൂ ഇൻറ്റു എം ആർ ആണ് വരും. എം ക്യൂ ഇൻറ്റു എം ആർ. അപ്പോൾ നിങ്ങൾ നോക്കി, എം പി സ്ക്വയർ ഈസിക്കൽ ടു ക്യൂ എം ഇൻറ്റു എം ആർ ആണ് വേണ്ടത്. ഇതാ ക്യൂ എം ഇൻറ്റു എം ആർ. സോ ദിസ് ഈസ് യുവർ റിസൾട്ട് ആൻഡ് ഇസ് ദ പ്രൂഫ്. യു മേ അണ്ടർസ്റ്റുഡ് നോ? സോ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലാണ് പോകുന്നത്. ഓക്കെ, ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ട്രയാങ്കിൾ എടുത്തതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ദിസ് ഈസ് യുവർ റിസൾട്ട്. യു മേ അണ്ടർസ്റ്റുഡ് നോ? Now we are moving to question number 9. Question number 9 you can mark it as homework. Question number 9 നിങ്ങൾക്ക് ഹോംവർക്ക് തരാൻ പോവാണ്. ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒരു ലാഡർ 10 മീറ്റർ ലോങ് റീച്ചസ് എ വിൻഡോ 8 മീറ്റർ എബോവ് ഫ്രം ദ ഗ്രൗണ്ട്. അതായത് ഗ്രൗണ്ടിൽ നിന്നും 8 മീറ്റർ ഉയരമുള്ള ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലോട്ട് എന്ത് വെക്കുന്നു? നമ്മളൊരു ലാഡർ വെക്കുന്നു. ആ ലാഡേഴ്സ് ലെങ്ത് ഇസ് ഗിവൺ. എന്താണ്? 10 മീറ്റർ ലെങ്ത് ഉള്ള ലാഡറാണ്. ഓക്കെ, അപ്പം ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഫുട്ട് ഓഫ് ദ ലാഡർ. ഫുട്ട് ഓഫ് ദ ലാഡറും ഫ്രം ദ ബേസ് ഓഫ് ദ വോളിൻ്റെ ബേസ് നമ്മളുള്ള ഈ ഡിസ്റ്റൻസ് കാണാനാണ് ചോദ്യം. ഇതിനൊരു എക്സിന് മാർക്ക് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ. സോ വി ആർ സപ്പോസ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് എക്സ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ദിസ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. So what we can say, you can apply Pythagoras theorem. Hypotenuse square is equal to base square plus height square എന്ന് എഴുതുക. So that means 10 square is equal to 8 square plus x square എന്ന് എഴുതിയിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. After that, so that will give you the answer. Okay, after that you are supposed to check the backside answer, and while you are sending notes, please attach this homework also. Okay, so moving to the fourth question in exercise 6.5, because I found fourth question also very simple, so we can include that question also with this video. That means fourth question നിങ്ങളൊന്ന് വായിച്ചു നോക്കുക പ്ലീസ്. Now you can pause the video. Please press the pause button and please read the question, page number 150, fourth question. And the question says that ABC is an isosceles triangle, right angled at C. അതായത് you are supposed to draw a right triangle, isn't it? And here in this question, right angled at C, that means സിയിലാണ് 90 ഡിഗ്രി ഉള്ളത്. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾ അവിടെ അടയാളപ്പെടുത്തണം. എയും എ ബി സി ആണല്ലോ. സോ എയും ബി നിങ്ങൾക്ക് തോന്നിയോടത്തല്ല ബാക്കിയുള്ള രണ്ട് വെർട്ടെക്സിൽ അടയാളപ്പെടുത്തുക. സിയിലായിരിക്കണം എന്തായാലും 90 ഡിഗ്രി. ഓക്കെ, ആൻഡ് it's not only a right triangle, it's a right triangle and it is isosceles also. So in short, it is an isosceles right triangle, isn't it? It's an isosceles right triangle. What do you mean by isosceles right triangle? Two sides should be equal and of course AC should be equal to BC. കാരണം എന്താ? ഇത് ഐസോസറസ് ആണ്. ഹൈപ്പോട്ടനസും വേറൊരു സൈഡ് ഒരിക്കലും ഈക്വലായിട്ട് വരില്ലല്ലോ. അപ്പോൾ ഹൈപ്പോട്ടനസ് അല്ലാത്ത ബാക്കി രണ്ട് സൈഡ് ഈക്വലും ആയിരിക്കും. കാരണം എന്താ? ഇത് റൈറ്റ് ട്രയാങ്കിൾ മാത്രമല്ല, ആംഗിൾ അറ്റ് സി എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ അറ്റ് സി എന്ന് പറയുമ്പോൾ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഓഫ് കോഴ്സ് റൈറ്റ് ട്രയാങ്കിൾ മാത്രമല്ല ഐസോസറസും ആണ്. സോ ഈ രണ്ട് സൈഡ് ഈക്വലാണ്. എങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രൂവ് ചെയ്യണം? സോ വി ആർ സപ്പോസ് ടു പ്രൂവ് ദാറ്റ്. ടു പ്രൂവിൽ എന്താണ് എഴുതുക? എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2AC സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യണം. വളരെ സിമ്പിളായിട്ട് എഴുതാം. പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്താണ് ചെയ്യാമെന്ന് വെച്ചാൽ പ്രൂഫ് ജസ്റ്റ് ഇതിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ റിസൾട്ട് കിട്ടും. ഓക്കെ, സിൻസ് ഇറ്റ് ഇസ് എ റൈറ്റ് ട്രയാങ്കിൾ ബൈ പൈതഗോറസ് തിയറം വാട്ട് വി ക്യാൻ സേ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. സോ വിച്ച് ഇസ് ഹൈപ്പോട്ടനസ് ഹിയർ? എ ബി. സോ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതണം. എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു വിച്ച് ഇസ് ബേസ്? ബി സി സ്ക്വയർ പ്ലസ് height AC square. So that implies AB square is equal to tell me.
instead of BC, I repeat, instead of BC, can I write AC? That means, can I replace BC square by AC square and this AC square as it is? ഈ എ സി സ്ക്വയർ അതുപോലെ എഴുതി ഈ ബി സി സ്ക്വയറിന് വരും എ സി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓഫ് കോഴ്സ്, വൈ? ബിക്കോസ് ബി സി ആൻഡ് എ സി ആർ ഈക്വൽ. ഇൻ റൈറ്റ് സൈഡ് യു ക്യാൻ റൈറ്റ് ദ റീസൺ. Since it is an isosceles triangle, BC should be is equal to AC. So instead of BC, you can replace as what? AC. That's why I have replaced BC square by AC square. So that implies this will be the result. AB square is equal to, what is AC square plus AC square? 2AC square. This is what we need to prove. AB square is equal to 2AC square. Simple. So this is it. സോ ഇങ്ങനത്തെ 1 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെ, 1 മാർക്കിൻ്റെ ചോദിക്കില്ല, 2 മാർക്കിൻ്റെ അറ്റ്ലീസ്റ്റ്. 1 മാർക്കിൻ്റെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും അറിയില്ല. 1 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെയോ മാക്സിമം 2 മാർക്ക്, അങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണ് ഇതൊക്കെ പെടുത്താൻ പറ്റുള്ളൂ. ഓക്കെ, നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇങ്ങനത്തെ ചെറിയ നിഷ്പ്രയാസമുള്ള ക്വസ്റ്റ്യനിലായിരിക്കും നിങ്ങൾ ഒരുപാട് ആലോചിച്ച് കൂട്ടുക, അല്ലേ? ആ അഡ്വാൻസ് ആയിട്ട് വെറുതെ ചിന്തിക്കുന്ന കുട്ടികളുണ്ട്, അഡ്വാൻസ് ആയിട്ട്. സോ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ അഡ്വാൻസ് ആക്കി അവസാനം ഒന്നും കിട്ടാത്ത അവസ്ഥയിലോട്ട് പോകരുത്. ഓക്കെ, so this is it. So we have discussed, I think, 4 questions from this exercise, and this is enough. Please practice the same question, and many questions are waiting for us. So please take the very next questions and try, at least just have a try. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കാര്യം പറയുന്നത്, കുറച്ച് കുട്ടികൾ എന്നോട് റിപ്പോർട്ട് ചെയ്തു ആരൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നത്. ആ പേര് ഞാൻ പറയാൻ നിർബന്ധിതനാണ്. കൃഷ്ണപ്രിയ എന്നോട് പറഞ്ഞു, അനിയ, ഈ 2 കുട്ടികളാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എല്ലാ വാട്സാപ്പ് മെസ്സേജസും. പക്ഷേ എനിക്ക് തോന്നുന്നു അനിയും കൃഷ്ണപ്രിയയും മാത്രമാണ് പറഞ്ഞത്. സോ അനിയും കൃഷ്ണപ്രിയയും മാത്രമായിരിക്കും ചെയ്ത് നോക്കിയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ബാക്കി ആരും എന്നോട് പറഞ്ഞിട്ടില്ല, കാരണം എല്ലാവർക്കും വായിൽ നാക്കുള്ളതാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഉണ്ട്, നിങ്ങൾക്കൊക്കെ വായിൽ നാക്കുണ്ട്. സോ അത് മൂവ് ചെയ്താൽ ശബ്ദം വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകളുണ്ട്, അത് അനക്കി കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഐ ബിലീവ് ദാറ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾ എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടില്ല, വോയിസ് ക്ലിപ്പ് അയച്ചിട്ടില്ല, ആ വർക്കൗട്ട് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ചെയ്തത് ഇപ്പോൾ 2 കുട്ടികൾ മാത്രമാണെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള ഒരു കുട്ടികളും പെട്ടെന്ന് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ട്രസ്റ്റിംഗ് യു ഈസ് മൈ ഓപ്ഷൻ, പ്രൂവിങ് റൈറ്റ് ഈസ് യുവർ ചോയ്സ്. സോ ഇറ്റ്സ് യുവർ ഷുബിൻ സാർ. സ്റ്റേ സേഫ്. ബൈ ബൈ ബൈ.